നമസ്കാരം. കൗമുദി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും അമ്മ വീട്ടിലെ ഓണത്തിലേക്ക് സ്വാഗതം. ഓണം നമ്മുടെ എല്ലാം ദേശീയോത്സവമാണ് അല്ലേ? നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുക? അത്തപ്പൂക്കളം ഇട്ടും സദ്യ ഒരുക്കിയും ഒത്തുചേർന്നുമൊക്കെയാണ്. ഈ വർഷത്തെ ഓണസദ്യയിൽ നിങ്ങൾക്കായി ചില പുതിയ വിഭവങ്ങൾ പരിചയപ്പെടുത്തുകയാണ് നമ്മോടൊപ്പമുള്ള നമ്മുടെ സ്വന്തം നളിനി അമ്മ. വെൽക്കം അമ്മ, സ്വാഗതം. അമ്മ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഒത്തുചേരൽ കൂട്ടായ്മയൊക്കെയാണ് ഓണത്തിൽ. അതുകൊണ്ട് ഇന്ന് അമ്മ എന്ത് കറിയാണ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത്? അമ്മ ഇന്ന് കുമ്പളങ്ങയും ചേമ്പും കൂടി ഒരു മോരൊഴിച്ചു കൂട്ടാൻ. അപ്പോൾ നമ്മള് സദ്യയിലായാലും അല്ലേ അമ്മ, മോര് കറി ഉണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും കുമ്പളങ്ങയും വെള്ളരിക്കൊക്കെ ഇട്ട് മോര് കേട്ടിട്ടുണ്ട്. ചേമ്പിട്ട് മോര് കേട്ടു. അതെ, ചേമ്പും കൂടി അമ്മ ഇട്ടു. അതാണ്. അപ്പോൾ ഇത് അമ്മ സ്പെഷ്യൽ റെസിപ്പിയാണ്. അമ്മയെ ഞാൻ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയെ അറിയാം. അമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നിങ്ങളുടെ എന്ന് സ്വന്തം അമ്മ ആണ്. നിങ്ങളുടെ എന്ന് വേണമെങ്കിൽ ഞാൻ ചേർത്താണ്. എന്ന് സ്വന്തം അമ്മ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, കുറേ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മയുടെ ഈ എളുപ്പമുള്ള റെസിപ്പിക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മയെ നമ്മൾ ചൂസ് ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ അമ്മ, നമ്മളിന്ന് ചേമ്പ് കുമ്പളങ്ങ മോരൊഴിച്ചു കറി. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാലോ അമ്മ? പറയാലോ, പറഞ്ഞോ അമ്മ. ഈ കൂട്ടാന് വേണ്ടത് കുമ്പളങ്ങ, ചേമ്പ്, പിന്നെ തേങ്ങ, ജീരകം, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉണക്കമുളക്, കരിവേപ്പില, കടുക്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. തൈരാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ അമ്മ ആദ്യം കുമ്പളങ്ങയും ചേമ്പൂടെ വേവിച്ചെടുത്തു അല്ലേ? ഒരു വിസിൽ മതിയായിരിക്കും അമ്മ? ഒരു വിസിൽ കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റും കൂടെ താത്തി വെച്ചിട്ട് ഒന്ന് പൊക്കിയിട്ട് ഒരു വിസിലും കൂടെ വരും. അത്രേ ആവശ്യമുള്ളൂ. അത് ചേമ്പുള്ളത് കൊണ്ടാണ് കേട്ടോ. കുമ്പളങ്ങയാണെങ്കിൽ പെട്ടെന്ന് വരും. അതെ. അപ്പോൾ നമ്മൾ ഈ ചേമ്പ് കുമ്പളങ്ങ മോര് കറി എന്ന് പറയുമ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് ആദ്യം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടാണ്. 1 ചേമ്പ്, 2 കുമ്പളങ്ങ, പിന്നെ തൈര്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ആദ്യം തന്നെ എന്താ അമ്മ ചെയ്യുന്നത്? നമ്മൾ അടുപ്പ് കത്തിക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഇതിൽ അമ്മ ചേമ്പും കുമ്പളങ്ങ മഞ്ഞൾ ഇട്ടിട്ടാണ് അല്ലേ? മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇട്ടാൽ വേവിക്കും. മഞ്ഞപ്പൊടിയും പച്ചമുളകും കൂടി ഇട്ട് വേവിച്ചെടുത്തു. ഇത് പ്രഷർ കുക്കറിലാണ്. അതെ. അപ്പം അത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ കലച്ചട്ടിയിലാണ്. ഇപ്പം നോൺ സ്റ്റിക്കിലായിരുന്നേ ഉള്ളൂ. തന്നെ ഈ വേവിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ പ്രഷർ കുക്കറിലൊന്നും അല്ല, സാധാ പോലെ കുക്കറൊന്നും ഇല്ല. ഈ മഞ്ഞൾ കാണുമ്പോൾ ഉണ്ടല്ലോ, മഞ്ഞളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വളരെ ഗുണം. നമ്മുടെ ഇപ്പൊ എനിക്കൊന്ന് ഈ കൊറോണയൊക്കെ വന്നപ്പോഴേ അമ്മ ഉപ്പിടണം അല്ലേ? കുറച്ചുകൂടി ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കാം, ഒന്ന് തിളയ്ക്കാം. നമ്മളിത് ശരിക്കും ഇത് വേവിച്ചിട്ട് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ വെളുപ്പം കാണിക്കാൻ വേണ്ടി നേരത്തെ വേവിച്ച് വെച്ചതാണ്. അതെ. ഈ കൊറോണയൊക്കെ വന്നേ പിന്നില്ലേ മഞ്ഞളിന് ഇത്രയും പ്രാധാന്യം. ശരിക്കും ആ ജീരകം ഇട്ട് വെള്ളം മഞ്ഞളിന് പ്രാധാന്യമുണ്ട്. അതെ അതെ. പണ്ടൊക്കെ ഈ അമ്മ ഈ കർക്കിടകത്തിന്റെ പ്രത്യേക അങ്ങനെ പ്രത്യേക കുളികളൊക്കെ ഇല്ലേ, നമ്മൾ തിരുമ്മി കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. പല ജാതി കുഴമ്പ് എണ്ണയൊക്കെ പരട്ടി തലയിലും തേച്ച് ചുവയും വെള്ളിയും തേച്ച് കുളി, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ദശപുഷ്പം ചൂടുക, കർക്കിടക കഞ്ഞി കുടിക്കുക, അങ്ങനെ പല പല ചടങ്ങുകൾ ചെയ്യണവരുണ്ട്. ചെയ്താൽ നല്ലത്. പണ്ടൊക്കെ എല്ലാവരും സ്ത്രീകളുടെ സൗന്ദര്യം എന്നൊക്കെ പറയുമ്പോൾ മഞ്ഞൾ അരച്ചുള്ള കുളി എന്നൊക്കെ പറയാം. അപ്പൊ അതാണ് പെട്ടെന്ന് അത്. ഇപ്പൊ നമ്മളിന്ന് മഞ്ഞൾ കൂട്ടാൻ വെക്കുന്നതുകൊണ്ട് തന്നെ അമ്മ നല്ല മഞ്ഞൾ ബ്ലൗസ് ഒക്കെ ഇട്ട്, മഞ്ഞ കളർ ബ്ലൗസ് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അമ്മയുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ സെറ്റും മുണ്ടും ഒക്കെ ഭയങ്കര ഹിറ്റാണ് ഇൻസ്റ്റയിലും ഒക്കെ. അമ്മ ഭയങ്കര വെറൈറ്റി ഉള്ള സെറ്റും മുണ്ടും ഒക്കെ എടുക്കും. അമ്മ തന്നെയാണോ സെലക്ട് ചെയ്യുന്നത് അമ്മയുടെ സെറ്റും മുണ്ടും ഒക്കെ? കുറേയൊക്കെ ഞാൻ, കുറേ മോൻ, കുറേ ഏതെങ്കിലും കുട്ടികൾ തരണത്. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പിസോഡിൽ ഒരുപാട് സെറ്റും കൊണ്ടൊക്കെ ഗിഫ്റ്റ് കിട്ടാറുണ്ട്. അപ്പൊ ഇതിനി നമ്മൾ തേങ്ങ വേണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ അരച്ചു വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അമ്മ ഇതിനകത്ത് ചേർത്ത്? തേങ്ങ, ജീരകം കൂടി നല്ലോണം അരച്ചിട്ട് അവസാനമാകുമ്പോൾ 2 പച്ചമുളകും കൂടി ഒന്ന് കൂട്ടി അരക്കും. നമ്മൾ ഓൾറെഡി ഇപ്പൊ ചേമ്പും കുമ്പളങ്ങയ്ക്കകത്തും ഇല്ലേ അമ്മ പച്ചമുളക് ഇട്ടാണ് വേവിക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇത് തേങ്ങായും ജീരകവും, നല്ല ജീരകവും അരച്ചിട്ട് പച്ചമുളക് അവസാനം കൂട്ടി അരക്കും. നല്ലോണം അരച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക. അമ്മയുടെ ഭാഷ പോലെ വെണ്ണ പോലെ അരച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്യണം. ഇതിന് ഒരു മുറി
തേങ്ങ വേണോ അമ്മ? അരുമുളക് ചേർത്താൽ നല്ലതാണ് അല്ലേ, തേങ്ങ കൂടുതലാവും. അതെ അതെ, ടേസ്റ്റ്. പിന്നെ ഇപ്പൊ പലരും ഹെൽത്ത് ഒക്കെ നോക്കണോണ്ട് തേങ്ങ കുറയ്ക്കും. വെള്ളമാണ്. ഇത് ശരിക്കും നമ്മൾ എപ്പോഴും മോര് കൂട്ടാന്ന് പറയുമ്പോൾ വെറുതെ തൈര് വെച്ചിട്ടാണല്ലോ മോരെല്ലാവരും കൂടുതൽ അല്ലേ? ഇത്തിരി വെള്ളം അരപ്പ് അതിനകത്ത് അറിയാലോ, സ്വാഭാവികമായിട്ട് പറ്റിയിരിക്കും. തൈര് നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം. ഒറ്റയടി അടിച്ചാൽ മതി, അല്ലെങ്കിൽ അത് കട്ട പോലെ കിടക്കും. അപ്പോൾ നമ്മളൊന്ന് ലൂസാക്കിയിട്ട് വേണം കൂട്ടാത്തിലേക്ക് ചേർക്കാൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ചേമ്പും കുമ്പളങ്ങയും കൂടെ വേവിച്ചു, പച്ചമുളകും ഇട്ട് അത് നന്നായിട്ട് വെന്ത് ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ചത് ചേർത്തിട്ട് അതിന് തിള വരണോ? തിള വരണം. ഒരു ചെറിയ തിള വരണം. ആ തിള വരുമ്പോൾ നമ്മൾ തൈര് ആണോ? ഓക്കെ, തൈരാണ് അടുത്ത ചേർക്കാൻ പോകുന്നത്. അമ്മ കുട്ടിക്കാലത്തെ ഈ സദ്യ ഉണ്ണുമ്പോഴൊക്കെ പായസം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം. അമ്മയ്ക്ക് ഇപ്പൊ അമ്മ തന്നെ പറയണ്ടായി, അമ്മയുടെ അമ്മ 2 പായസമൊക്കെ വെക്കും. ഏത് പായസമാണ് അമ്മയുടെ ഫേവറേറ്റ്? എനിക്ക് കറുത്ത പായസം, പരിപ്പ് പായസം. കറുത്ത പായസം എന്ന് വെച്ചാൽ പല ജാതി ഉണ്ട്, പഴമുണ്ട്, പരിപ്പുണ്ട്, ശർക്കര ചേർത്ത പായസം. അതാണ് ഇഷ്ടം. വെള്ളത്തിരിക്കുന്ന പായസത്തിനോട് അത്ര എനിക്ക് താല്പര്യമില്ല. എനിക്ക് കൂടുതൽ കറുത്ത പായസം ഇഷ്ടം. അതായത് പഴം കൊണ്ടോ ചക്ക കൊണ്ടോ പരിപ്പ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. കറുത്ത പായസമാണ്. എനിക്കും അടയാണ് ഭയങ്കര പ്രഥമൻ. പ്രഥമനാണ് ഇഷ്ടം. അതെ. അപ്പൊ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലതാണെന്ന് എല്ലാവരും പറയുന്ന പായസം അത് പാൽപ്പായസം. അതായത് പാൽപ്പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കലിയുടെ ഉണ്ട്, പാലിൽ വേവിച്ച് ഉണ്ടാക്കണം പാൽപ്പായസം. അതാണ് അമ്മയുടെ സിഗ്നേച്ചർ ഡിഷ്. ശരിക്കും. അപ്പൊ നമ്മുടെ ഈ തേങ്ങ ചേർത്ത് അമ്മ ചിലർ പറയുന്നത് അത്ര ഒരു തിളക്കണ്ടെന്നൊക്കെ ചിലർ പറയും. മോര് ചേർത്താലാണ് തിളക്കേണ്ടത്. തേങ്ങ ചേർത്താൽ കുഴപ്പമില്ല, പിരിയ അങ്ങനത്തെ കാര്യമില്ല. തേങ്ങ വേവണമല്ലോ, അപ്പൊ അതിനു വേണ്ടി തേങ്ങ ചേർത്താൽ തിളച്ചൊന്നതാവണം. മോര് ചേർത്താൽ നോര പൊട്ടാനേ പാടുള്ളൂ, അപ്പോൾ ഓഫാക്കണം. അപ്പൊ നമ്മുടെ കറി ഇല്ലേമ്മ? അതെ, തിള വന്നിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി 1 മിനിറ്റ് തിളച്ചോട്ടെ. ഈ നമ്മൾ ഈ കുറുക്ക് കാളൻ എന്നൊക്കെ പറയും, വറ്റിക്കണം, വല്ലാണ്ട് വറ്റിക്കണം. അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമെന്ന് വെച്ചാൽ അത് കുറേ കൂടെ ദിവസം ഇരിക്കും. ഇത്തിരിയോട് ഉപ്പിടണം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. അതുപോലെ പച്ചമുളക് നമ്മൾ തുടക്കത്തിലും ചേർത്തിട്ടുണ്ടായിരുന്നു, വീണ്ടും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു മനോധർമ്മം പോലെ. അത് തന്നെ, മനോധർമ്മം പോലെ, ആവശ്യം പോലെ. ചിലർക്ക് ഭയങ്കര എരിവ് ഇഷ്ടമാണ്, ചിലർക്ക് അധികം എരിവ് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ അതിൻ്റെ നല്ല തിളച്ചു വന്നിട്ടുണ്ട്, ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏകദേശം ആയ അമ്മ. അപ്പം നമുക്ക് തൈര് ചേർത്താലോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നല്ല വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊക്കെ അടുപ്പിച്ച് വെച്ചാൽ പെട്ടെന്നാവും. അതാണ് നമ്മൾ വേവിച്ചൊക്കെ വെച്ചിട്ട് ചെയ്താൽ. കുറച്ചുകൂടി തൈര് വേണം കേട്ടോ. ഓക്കെ, ഇത്രയും മതിയാവും? മതി, ധാരാളം മതി. ഏകദേശം ഒരു 2 കപ്പ് തൈര് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതൊരു എത്ര പേർക്ക് കഴിക്കാൻ കാണും? ഏകദേശം ഒരു 10-15 പേർക്ക് കാണും. അപ്പോൾ ഒരു അരമുറി തേങ്ങ നമ്മൾ പറഞ്ഞു. അതെ. പിന്നെ കുമ്പളങ്ങയും ചേരൊക്കെ ഒരുപാട് ചെയ്യുമ്പോൾ ഒരുപാട് വേണ്ട, അത്രയൊന്നും വേണ്ട. അപ്പം നമ്മുടെ ചേമ്പ് കുമ്പളങ്ങ മോര് കൂട്ടാൻ തിള വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് വറുത്തിടാം. കടുക് വറക്കണം അല്ലേ? ഓക്കെ. ഈ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളച്ച് ഇതാവണ്ട അല്ലേ അമ്മ? വേണ്ട, ഓരോ പൊട്ടാനേ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ചോദിച്ചു. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, ഒരു 1-2 അല്ലേ അമ്മ? ചേമ്പും ചെറിയ കുമ്പളങ്ങയും പച്ചമുളക് കൂടിയിട്ട് ജീരകം ആദ്യം വേവിച്ചു, പിന്നെ തേങ്ങയും ജീരകവും കൂടി നല്ലോണം അരച്ചിട്ട് പച്ചമുളകും അവസാനം 2 കൂട്ടി അരയ്ക്കുക. എന്നിട്ട് അരച്ചത് ഈ വെന്ത പച്ചക്കറിയിലേക്ക് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അത് തന്നെ. അതൊന്ന് കുറുകി വരുമ്പോഴത്തേന് തൈര് ചേർക്കണം. തൈര് മിക്സിയിൽ അടിച്ചിട്ട് ചേർക്കണം. അമ്മ നമ്മൾ ഈ ഓരോ കൂട്ടാൻ്റെ പുറകിലും അല്ലെങ്കിൽ ഓരോ കറികളുടെ പുറകിലും ഒക്കെ ഒരു കഥ ഉണ്ടാവും അല്ലേ? അമ്മയുടെ വീട്ടിലാണെങ്കിൽ ഇവര് 5 മക്കളാണോ? അല്ല, 7 മക്കളാണ്. അപ്പം ഇവർ 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളാണ്. അപ്പൊ അതിൽ ആർക്കാണ് അമ്മയുടെ ഈ കറി? എൻ്റെ ചേച്ചിക്ക് വലിയ ഇഷ്ടമുള്ള ഇത് ചേച്ചിയുടെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പം ഇവര് അമ്മ കൂടുതലും വെജാണ്, നല്ല വെജാണ്. അപ്പം ഈ കറി അമ്മയുടെ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പം ഈ അമ്മയുടെ എല്ലാ കറികൾക്കും ഒരു പഴമയുടെ
എന്താ പറയുക, ആ ഒരു സ്നേഹവും സ്വാദും ഒക്കെ ഉണ്ട്. ഇവിടെ മുന്നേ ഉണ്ടാക്കിയ നമ്മുടെ കറികളൊക്കെ എങ്ങോട്ട് പോയി എന്ന് അറിഞ്ഞു, ഇവിടെ അതുപോലെ തീർന്നു. അത്ര ടേസ്റ്റിയാണ്, ഈസിയാണ്. അമ്മയുടെ കറികളൊക്കെ ഞാൻ ഇതുവരെ നമ്മൾ ചോദിച്ചപ്പോൾ എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ. എല്ലാത്തിനും അമ്മയുടേതായിട്ട് എന്തെങ്കിലും ഒരു ട്വിസ്റ്റും ടേണും അമ്മ ചേർക്കും. ഇപ്പൊ ഇത് തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, കുമ്പളങ്ങ കഴിച്ചുള്ള മോരുകറിക്ക് വരെ അമ്മ ചേമ്പൂടെ ചേർത്തിട്ടുണ്ട്. ചേമ്പൊക്കെ ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ്. കർക്കിടക മാസത്തിലൊക്കെ കൂടുതൽ കൂട്ടുന്നതുമാണ്. അപ്പം എണ്ണ എടുത്താലോ? വെളിച്ചെണ്ണ, മോരൊഴിച്ച് കൂട്ടാൻ. ഇതാണ് ഇപ്പം അമ്മ വീട്ടിലെ ഓണത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ പലതരം വെറൈറ്റി ആയിട്ടുള്ള ഒരു മാറ്റം. അതെ, എല്ലാ പ്രാവശ്യവും നമ്മൾ കാച്ചിയ മോരെന്നോ മഞ്ഞമോരെന്നൊക്കെ പറഞ്ഞു കാളൻ എന്നൊക്കെ പകരം സാമ്പാർ, അവിയലൊക്കെ അല്ലേ ഇത്തവണ ഒരു മാറ്റം, കൊച്ചു കൊച്ചു മാറ്റങ്ങൾ. അപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അമ്മ ടേസ്റ്റ് ചെയ്യുന്ന കാണാനാണ്, ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിലും ഞാൻ സ്പൂണൊക്കെ എടുത്തിട്ടാണ് അമ്മ കയ്യിലൊഴിച്ച്. ഇപ്പം എല്ലാം കറക്റ്റാണ് അമ്മ? അമ്മ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് കേട്ടോ. ഞാൻ ഓരോ കറി അമ്മ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കും. അമ്മ കൃത്യമായിട്ട്, നമ്മളൊക്കെ ആണെങ്കിൽ അത്രയും മതി എന്നൊക്കെ വിചാരിക്കില്ല, അങ്ങനെയല്ല. അമ്മ എല്ലാം കൃത്യമായിട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ അമ്മ? അപ്പോൾ ഇതെനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്ന് ചൂടാറേണ്ടതുണ്ട് അല്ലേ അമ്മ? നല്ല തിളച്ചിരിക്കുകയാണ്, നാക്കുള്ളൂ. അമ്മ ഇപ്പം ഈ സമയത്തൊക്കെ എപ്പോഴും നമ്മൾ ഈ പത്രത്തിൻ്റെ ഒക്കെ തലക്കെട്ടി കാണുന്നത് ഉത്രാടപ്പാച്ചിൽ എന്നുള്ളതാണ്. പണ്ടും അങ്ങനെ തന്നെയാണോ അമ്മ? ഈ തിരുവോണത്തിന് ഉത്രാടം ഭയങ്കരമായിട്ട് അത് ഭയങ്കര തിരക്കഞ്ച സാധനങ്ങൾ മുഴുവൻ മേടിക്കണം. പിന്നെ ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ കുളത്തിൽ നിന്ന് മണ്ണെടുത്തിട്ട് തിണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് തൃക്കാക്കരപ്പനെ വെച്ചിരുന്നത്. കുളത്തിൽ നിന്ന് മണ്ണെടുക്കും, മണ്ണെടുത്തിട്ട് തിണ്ട് പോലെ കെട്ടി അതിൻ്റെ മുകളിൽ തൃക്കാക്കരപ്പനെ അണിയിച്ചണിയിച്ച് അരിമാവ് കൊണ്ട് അലങ്കരിക്കും അവിടെ. അതിൻ്റെ മുകളിലാണ് തൃക്കാക്കരപ്പനെ വെച്ചിരുന്നത്. അതിൻ്റെ മുകളിലാണ് തുമ്പയും ചെത്തിപ്പൂവും എല്ലാം കൂടി കുരുത്തോല എല്ലാം കൂടെ അരിഞ്ഞ് അലങ്കരിച്ചാണ് വയ്ക്കുക. അതൊക്കെയാണ് തിരക്കുകൾ. പിന്നെ അടയുണ്ടാക്കണം, അതായത് തൃക്കാക്കരപ്പന് നേദിക്കാനുള്ളത് അട ഉണ്ടാക്കാം, പൂവടാന്ന് പറയും, അതമ്മ ഉണ്ടാക്കും. അതിൻ്റെയൊക്കെ തിരക്കാണ് അന്നത്തെ കാലത്ത്. ഇപ്പൊ എല്ലാരും കൂടുതൽ ഷോപ്പിങ്ങിലേക്ക്, ഷോപ്പിങ്ങും പറ്റില്ലല്ലോ, കോവിഡല്ലേ. അതെ, ഇപ്രാവശ്യം നമ്മുടെ ഓണത്തെ കോവിഡ്, എന്നാലും കഴിഞ്ഞ വർഷം പറ്റണ പോലെ ചെയ്യാലോ. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കറി ഏകദേശം തണുത്തിട്ടുണ്ട്, ഊതിയിട്ട് കഴിക്കും. ശരിക്കും അമ്മയുടേത് ഞാനിപ്പോൾ നോക്കിയിട്ട് ശരിക്കും എന്ന് പറയണ്ട, ഇതിന് മണം വരുമ്പോൾ തന്നെ നമ്മുടെ ക്രൂവും കഴിച്ചവരെല്ലാം പറയാം അമ്മ അസാധ്യ രുചിയായിട്ടുണ്ട്. ഇത് ഞാൻ എന്തായാലും പരീക്ഷിച്ച് നോക്കാം, ഉറപ്പായിട്ടും എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഈ ഓണത്തിന് അമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് ചേമ്പും കുമ്പളങ്ങയുടെ കുറുക്കുകാളനാണ്. അപ്പോൾ അമ്മ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, ചുമ്മാ പറയുന്നില്ല, സത്യമായിട്ട് പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തർക്കും മണം വന്നിട്ട് ഭയങ്കര ഇത് എന്നാ പറയുന്നത്, വെള്ളം ഊർന്നവരെ എനിക്ക് ക്യാമറയുടെ പുറകിലൊക്കെ കാണാൻ വരുന്നുണ്ട്. അപ്പം അമ്മയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഒരു ഓണാശംസ പറഞ്ഞാലോ? കൗമുദി ടിവിയുടെ. അതെ, കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈ അമ്മയുടെ വക ഓണാശംസകൾ.